ഹലോ ഗൈസ്, രാവിലെ എണീച്ച് കലണ്ടർ നോക്കുമ്പോൾ അറിയുന്നത് ഇന്ന് February 14 ഇത് വാലന്റൈൻസ് ഡേ. എന്ത് പറയാനാ, നമുക്കിപ്പോൾ പെണ്ണും വിടക്കമില്ല സെൽഫി. നമുക്ക് നേരെ വേറെ എന്തും ചെയ്യാം. എങ്ങനെ ടി വി ഓണാക്കി നോക്കുമ്പോൾ ഇത് കാണുക, അവിടെയും വാലന്റൈൻസ്. എന്നാ പിന്നെ ഫോൺ എന്താ വിശേഷം വിചാരിച്ച് ഫോൺ തുറന്ന അവിടെയും വാലന്റൈൻസ് ഡേ. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, ഞാൻ രാവിലെ തന്നെ അടി അങ്ങ് തുടങ്ങി. യെസ്, അത് തന്നെ, നമ്മളിന്ന് വണ്ടി കഴുകാൻ പോവുകയാണ്. അങ്ങനെ വണ്ടി കഴുകാൻ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കസിൻ ചെക്കനെയും കൂട്ടി രണ്ടാളും വണ്ടി കഴുകാൻ തുടങ്ങി. അങ്ങനെ വണ്ടി കഴുകി തീരാൻ പോകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അനിയൻ ചെക്കൻ്റെ മറ്റൊരു മെസ്സേജ് വരുന്നത്. ഷോക്കിംഗ് ഊക്കിംഗ് അല്ലാക്കിലെ മെസ്സേജ്. അവനെ ആഘോഷിക്കാൻ ഞങ്ങൾ പൈസ കൊടുക്കണം പോലെ. അങ്ങനെ ആ ഊക്കിന് ശേഷം ഞാൻ സഭ പിരിച്ചു വിട്ട് ഞാൻ അവനും 2 വഴിക്ക് പോയി. ഒരു പാരച്ചൂട്ടിന്റെ ബോട്ടിലെടുത്ത് സമാധാനം തേടി ഞാൻ നേരെ ബാത്റൂമിലേക്ക് കയറുകയാണ് ഗൈസ്. എന്താ ഗൈസ്, നമ്മൾ കുളിക്കാൻ പോവുകയാണ്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടാവും ബാക്കി കാര്യങ്ങൾ. അങ്ങനെ കുളിച്ച് മാറ്റി അടുക്കളയിൽ ചെന്നപ്പോൾ ചിക്കൻ കറി. ഇന്നത്തെ ദിവസം ഇനി പറയാനില്ലല്ലോ, അടിച്ച് പൊളി. അങ്ങനെ അത് കഴിയാൻ എൻ്റെ മച്ചാനെ മെസ്സേജ്, ഹൗ ഇസ് യുവർ വാലന്റൈൻസ് ഡേ? അതിന് പെർഫെക്റ്റ് റിപ്ലൈ കിട്ടി. അവൻ 5 സ്റ്റാറും കഴിച്ച് ഡു നത്തിങ് ആയിരിക്കുന്നു. വാവ്. അങ്ങനെ ഞാൻ മാത്രമല്ല, എൻ്റെ മച്ചാനും ഒറ്റ കാണുന്നുള്ള സന്തോഷത്തിൽ ഞാൻ നേരെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ അട്ടം നോക്കി കിടക്കുക. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇഷ്ടപ്പെട്ട ഭക്ഷണവും കുറച്ച് പൈസ തീരാവുന്ന പ്രശ്നങ്ങൾ നമുക്കുള്ളൂ. അപ്പം നമ്മൾ ഈ സിംഗിളെ തേപ്പ് എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളെയും കാട്ടും പ്രശ്നങ്ങൾ ഒരുപാട് ആളുകളാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അവരുടെ നമ്മളെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളേ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സിംഗിൾസിനും എല്ലാ കപ്പിൾസിനും എൻ്റെ ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുക. ലൈഫ് ഈസ് ഷോർട്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് ജീവിതം പഠിച്ചു പൊളിച്ച് തീർക്കുക. പിള്ളേർ കാര്യം എന്തോ പറയാൻ പറ്റില്ല. ലൈക്ക് ഇട്ടപ്പോഴായി.